കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ പ്രത്യേക തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. UDF-ലെ രണ്ടാമനാര് സർക്കാരിലെയാണ്. തർക്കങ്ങൾ പലവിധമാകുമ്പോഴും അതിന്റെ അവകാശവാദം രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയാണ്. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മണ്ഡലം ഏതു തരത്തിൽ നിലവിൽ ചിന്തിക്കുന്നു? ഷാജഹാനിലേക്ക്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച ഒരു മണ്ഡലമാണ് ഹരിപ്പാട് മണ്ഡലം. 3.5 കോടിയിലധികം രൂപയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവിടെ വിനിയോഗിച്ചതെന്നാണ് MLA തന്നെ പറയുന്നത്. ആഭ്യന്തരമന്ത്രിയായും MLA ആയും അദ്ദേഹം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയുമ്പോഴും ഈ വികസന പ്രവർത്തനങ്ങളൊന്നും തന്നെ ഫലവത്തായിട്ടില്ല എന്നാണ് പൊതുവെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പരാതി. വികസനത്തിന്റെ വിലയിരുത്തൽ ഈ തരത്തിൽ പോകുമ്പോൾ തന്നെ UDF സർക്കാർ നേരിട്ട പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ഒരു പ്രധാനപ്പെട്ട മന്ത്രിമണ്ഡലത്തിൽ എങ്ങനെയാണ് അത് പ്രാവർത്തികമാവുക? ബാർക്കോഴയും സോളാറും, എന്തിനേറെ ടൈറ്റാനിയം അഴിമതി കേസും, അതിലൂന്നിക്കൊണ്ടുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾ 2011 നിന്ന് 16 എത്തുമ്പോൾ ഏതു തരത്തിലായിരിക്കും ഹരിപ്പാട് സ്വാധീനമാവുക മന്ത്രിമണ്ഡലത്തിലേക്ക്? ഇടതു വലതു പാർട്ടികൾ മാറി മാറി മത്സരിച്ച് ഭരിക്കുന്ന മണ്ഡലമാണ് ഹരിപ്പാട്. ഏറ്റവും ഒടുവിൽ നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ 4500 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനത്തോടെ വന്ന രമേശ് ചെന്നിത്തലയ്ക്ക് നേടാനായത്. പിന്നീട് 2.5 വർഷക്കാലം MLA ആയും ആഭ്യന്തരമന്ത്രിയായും ഇദ്ദേഹം മാറി. ഒപ്പം ഹരിപ്പാടും. കേരളത്തിൽ പ്രത്യേകിച്ച് ഹരിപ്പാട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ തൻ്റെ കാലത്ത് നടത്താൻ കഴിഞ്ഞതായാണ് ആഭ്യന്തരമന്ത്രിയുടെ അവകാശവാദം. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഹരിപ്പാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വൻതോതിലുള്ള വികസന പരിപാടികൾ നടപ്പാക്കാൻ സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹരിപ്പാട് ആശുപത്രിയെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർന്നു. അതുപോലെ തന്നെ 200 പേർക്ക് കിടത്തി ചികിത്സ സൗകര്യമുള്ള കെട്ടിടം, 4 കോടി രൂപയുടെ കെട്ടിടം ഇപ്പോൾ സജ്ജമായി കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ട്രോമ കെയർ സെന്റർ ആരംഭിച്ചു കഴിഞ്ഞു. ത്വക്ക് രോഗ വിഭാഗം, സൈക്കോളജി വിഭാഗം, ഫിസിയോതെറാപ്പി വിഭാഗം തുടങ്ങിയ കൂടുതൽ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ പ്രവർത്തനം ആരംഭിക്കും. അതുപോലെ അതോടൊപ്പം തന്നെ NRHO ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 5 ഡയാലിസിസ് യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. HRWS സഹായത്തോടെ 2 കോടി രൂപ മുടക്കിയുള്ള പേവാർഡ് നിർമ്മിച്ച് ഇപ്പോൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിലയിലാണ്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ പദ്ധതികൾക്ക് പോലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉദ്ഘാടനം കഴിഞ്ഞു, പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആധുനിക സംവിധാനങ്ങളിൽ പറച്ചിൽ മാത്രമല്ല, ഈ നിങ്ങൾക്ക് തന്നെ കയറി നോക്കിക്കാൻ അതിൽ ഇനി എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു ഫ്രണ്ടിലത്തെ ആ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടി അല്ലാതെ യാതൊരുവിധ കാര്യങ്ങളും, ഒരു ആശുപത്രിയിൽ നടത്തേണ്ട സജ്ജീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ തന്നെ കയറി നോക്കാം. പിന്നെ നമ്മൾ പറയുന്ന കള്ളമാണെന്നെങ്കിൽ നിങ്ങൾ തന്നെ കയറി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും കാര്യങ്ങൾ. കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നതും ഹരിപ്പാട് മണ്ഡലത്തിലാണ്. എന്നാൽ ഇതിന്റെ 2ാം ഘട്ട പ്രവർത്തനം ഇനിയും നടന്നിട്ടില്ല. ഇതുമൂലം NTPCയുടെ നിലനിൽപ്പ് തന്നെ നാടിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി പണിയുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രി മാത്രമാണ് മണ്ഡലത്തിൽ പുതിയതായി MLA കൊണ്ടുവന്നത്. ഇതിന്റെ സ്ഥലമെടുപ്പ് നടപടികൾ പോലും പൂർത്തീകരിച്ചിട്ടില്ല. ഹരിപ്പാട് പഞ്ചായത്ത് ഓഫീസ് നഗരസഭയാക്കിയതിലുള്ള പരാതികൾ ഇപ്പോഴും നീളുകയാണ്. സാധാരണ ഒരു നഗരസഭയ്ക്ക് 40 ജീവനക്കാരെ പുതുതായി നിയമിക്കണം. എന്നാൽ ഇവിടെ പഞ്ചായത്ത് സെക്രട്ടറി, മുനിസിപ്പൽ സെക്രട്ടറി എന്ന പേരിലും മറ്റ് 20 പഞ്ചായത്ത് ജീവനക്കാർ, മുനിസിപ്പൽ ജീവനക്കാർ എന്ന പേരിലുമാണ് നഗരസഭാ ഭരണം നടത്തുന്നത്. ഇതുമൂലം ജനങ്ങളാകെ ദുരിതത്തിലാണ്. ഇതിനെതിരെ ഭരണകക്ഷി പ്രതിനിധികൾ വരെ പ്രതിഷേധത്തിലാണെന്നുള്ളതാണ് വാസ്തവം. നഗരസഭയെ മുനിസിപ്പൽ പഞ്ചായത്തിനെ ഒരു നഗരസഭയായി ഉയർത്തുകയുണ്ടായി. കൗൺസിൽ ഹാളിൽ അതായത് 29 കൗൺസിലേഴ്സ് ഉണ്ട്. 29 കൗൺസിലേഴ്സിന് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ വിപുലമായ സൗകര്യങ്ങളില്ലെങ്കിലും ഞങ്ങൾ ഗ്രാമപ്രദേശത്ത് നിന്ന് നഗരത്തിലോട്ട് വന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മനസാന്നിധ്യം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു. മുനിസിപ്പാലിറ്റി സ്റ്റാഫ് വന്നിട്ടില്ല, ഫണ്ട് വന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചുള്ള പ്രോജക്റ്റുകളാണ് അപ്ലൈക്കൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ആദ്യ പ്രഖ്യാപനമായിരുന്നു പല്ലന കുമാരക്കോടി പാലം. 33 കോടി രൂപ മുടക്കി നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിന് സ്ഥലം വിട്ടു നൽകിയ 100 കണക്കിന് കുടുംബങ്ങളാണ് ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നത്. പാലം ഫുള്ളായിട്ടില്ല, പാലത്തിന് പണി ഫുള്ള് തീർന്നു. പക്ഷേ റോഡും കൂടെ ഇതിലുള്ളതാണ്. 32 കോടി അങ്ങോട്ട് സംതിങ് ഉള്ളതാണ്. പക്ഷേ റോഡും കൂടെ വരണം, എന്നാലേ നമുക്ക് കരുവാറ്റ സൈഡിലോട്ട് പോകാൻ. 60 വീട്ടുകാരുണ്ട് ഈ ഏരിയയിൽ.
ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന ഒരു രോഗിയെ കൊണ്ട് പോകണമെന്നില്ല ഇതിലേക്ക് ഞാൻ കയറിപ്പോൾ സാറൊന്ന് നോക്കി എങ്ങനെ പോകും? ഒരു മനുഷ്യർ അത്യാവശ്യം ഒരു പ്രായമുള്ള ഒരു സ്ത്രീ അത് കയറി പോകാൻ പറ്റുമോ? അതിൽ ഒരു കുഞ്ഞുങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾക്ക് ഒന്നിച്ച് സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റും. എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. ആരും ഇത് ഇപ്പോൾ അവിടുത്തെ ആ വസ്തുക്കാരൻ പുള്ളിയാണ് ഒട്ടും സമ്മതിക്കില്ല വഴി കൊണ്ടുവരാൻ. സ്ഥലം കൊടുത്ത് അന്നേരം ഞങ്ങൾ വഴി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങളോട് പറഞ്ഞ് കിഴക്കും നിങ്ങൾക്ക് വഴി കിട്ടുമെന്ന് പറഞ്ഞ്. ഇപ്പം ഞങ്ങളെല്ലാവരും കൂട്ടിലിട്ട കിളിയെ പോലെ കിടക്കുക. ഞങ്ങൾക്ക് വഴി വേണം. ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കേണ്ടി വല്ല അതേലും അത് കണ്ടോ കാണിച്ചാൽ മലയെ കയറുന്നണക്ക് കയറാനും ഇറങ്ങാനും പറ്റുമോ? അതിന് പരിഹാരം ഉണ്ടാകും. സുനാമി തിരമാലയിൽ നാശനഷ്ടം സംഭവിച്ച ആറാട്ടുപുഴ തൃക്കുന്നപ്പുഴ അടക്കമുള്ള തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളും പരമ്പരാഗത മേഖലയായ കയർ മേഖലയിലെ പ്രശ്നങ്ങളുമായിരിക്കും ഇത്തവണയും തിരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടുള്ള ചർച്ചാ വിഷയം. 70% വരുന്ന ഈഴവ വോട്ടുകൾ തന്നെയാണ് പുതിയ സാരഥിയെ തിരഞ്ഞെടുക്കുന്നത്. ബാക്കി ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളും വിധി നിർണ്ണയിക്കുന്നതിൽ പിന്നിലല്ല. വികസന നേട്ടം മാത്രം മുന്നോട്ട് വെച്ചാണ് സിറ്റിംഗ് MLA വീണ്ടും മത്സരരംഗത്തിറങ്ങുക. എന്നാൽ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന ഗ്രൂപ്പ് പോര് ഏറ്റവും അധികം രൂക്ഷമാകുന്നതും ഹരിപ്പാട് മണ്ഡലത്തിലാണ്. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വരെ ഇത് പ്രകടമായതാണ്. ഒരു പഞ്ചായത്തിലെ മുഴുവൻ സ്ഥാനാർത്ഥികളും കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ചതും ഹരിപ്പാട് മണ്ഡലത്തിലായിരുന്നു. UDFന് തരംഗമുണ്ടായിരുന്ന കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും 4500 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് സിറ്റിംഗ് MLAയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്ക് വിജയിക്കാൻ സാധിച്ചത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിരിക്കും. രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായ ഹരിപ്പാട് നിന്നും കടുത്തുരുത്തിയിൽ കോട്ടയത്തെ കടുത്തുരുത്തിയിലെത്തിയാൽ TP പ്രശാന്ത് ചേരും. കോട്ടയത്തെ കടുത്തുരുത്തി 2016 തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തിയിലെ കണക്കുകൾ ഏതു തരത്തിൽ? പോൾ ചെയ്ത വോട്ടുകൾ 1,22,026 വോട്ട്. പോളിംഗ് ശതമാനം 71.33. 71.33% പേർ വോട്ട് രേഖപ്പെടുത്തിയ 2011 വിജയിയായത് മോൻസ് ജോസഫാണ്. മോൻസ് ജോസഫിന്റെ ഭൂരിപക്ഷം 23,057. അദ്ദേഹത്തിന്റെ വോട്ട് 68,787. മോൻസ് ജോസഫിനെ കൂടാതെ കടുത്തുരുത്തിയിൽ 2011 മത്സരിച്ച പ്രമുഖർ സ്റ്റീഫൻ ജോർജ് സ്വന്തമാക്കിയ വോട്ട് 45,730. ബിജെപിയുടെ വോട്ട് 5,340. PG ബിജുകുമാർ ആയിരുന്നു സ്ഥാനാർത്ഥി. ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 2011 കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തിൽ കണക്കാക്കിയാൽ മോൻസ് ജോസഫ് 56.37%, സ്റ്റീഫൻ ജോർജ് 37.48%, BJP PG ബിജുകുമാറിലൂടെ 4.38% വോട്ടും സ്വന്തമാക്കി. കടുത്തുരുത്തിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കേരള കോൺഗ്രസ് രാഷ്ട്രീയമാണെങ്കിൽ കേരള കോൺഗ്രസിലെ അടിയൊഴുക്കുകൾ കടുത്തുരുത്തിയുടെ രാഷ്ട്രീയം നിശ്ചയിക്കും. 2011 കണക്കുകളിൽ നിന്നും 2016 എത്തിയാൽ കടുത്തുരുത്തിയുടെ രാഷ്ട്രീയം എന്താവും? TP പ്രശാന്തിലേക്ക്. കേരള കോൺഗ്രസുകാർ തമ്മിലുള്ള മത്സരത്തിന് പേരുകെട്ട മണ്ഡലമാണ് കടുത്തുരുത്തി. കോൺഗ്രസിനെതിരെ പലപ്പോഴും കേരള കോൺഗ്രസ് സൗഹൃദ മത്സരം എന്ന നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി കടുത്തുരുത്തിയെ വേദിയാക്കിയിട്ടുണ്ട്. അപ്പോഴെല്ലാം ഇടതു ചായ്വ് പ്രകടിപ്പിച്ചിട്ടുള്ള ചരിത്രമാണ് കടുത്തുരുത്തിക്കുള്ളത്. കടുത്തുരുത്തിയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇത്തരത്തിലാകുമ്പോൾ 2016 കേരള കോൺഗ്രസിന്റെ സ്ഥിതിവിശേഷവും അവരുടെ നിലപാടുകളും UDFനെ പ്രത്യേകിച്ചും അത്തരത്തിൽ പറഞ്ഞാൽ കടുത്തുരുത്തിയിൽ എങ്ങനെ സ്വാധീനിക്കും? കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാടുകൾ, അവിടെ ഉണ്ടായിട്ടുള്ള ഉൾപിരിവുകൾ രാഷ്ട്രീയ അടിയൊഴുക്കിൽ ഏറ്റവും ശ്രദ്ധേയമാകും 2016 തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തി നിയമസഭാ മണ്ഡലം. കടുത്തുരുത്തി, മുളക്കുളം, ഞീഴൂർ, മാഞ്ഞൂർ, കുറുവിലങ്ങാട്, മരങ്ങാട്ടുപള്ളി, വെളിയന്നൂർ, കാണക്കാരി, കടപ്ലാമറ്റം, ഉഴവൂർ, കിടങ്ങൂർ എന്നീ പഞ്ചായത്തുകളാണ് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലുള്ളത്. കടുത്തുരുത്തിയിലും വെളിയന്നൂരും ഇടതുഭരണമാണ് നിലനിൽക്കുന്നത്. 400,000 വോട്ടുകൾക്കാണ് UDF ചേരിയിൽ നിന്ന് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് മണ്ഡലത്തിന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വോട്ട് പരിശോധനാ കണക്കുകൾ പുറത്തുവരുമ്പോൾ കേവലം 12,000 വോട്ടുകളിലേക്ക് UDFന്റെ ഭൂരിപക്ഷം ചുരുങ്ങി എന്നതാണ് യാഥാർത്ഥ്യം. UDF ഭരണത്തിനെതിരായിട്ടുള്ള ജനവിധിയായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിനെ വിലയിരുത്തുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ കൃഷിക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് ഇടത്തരം ചെറുകിട കൃഷിക്കാർക്കുണ്ടായ പ്രതിസന്ധി എന്ന് അവർക്ക് പുറത്ത് പറയാൻ മേലാത്ത തരത്തിലുള്ള ജീവിത പ്രയാസങ്ങളിലാണ് അവർ ചെന്ന് അകപ്പെട്ടിട്ടുള്ളത്. ആ ഇടത്തരം ചെറുകിട കൃഷിക്കാർ എല്ലാ കാലത്തും UDFന്റെ പിന്തുണക്കാരാണ്. അവർക്ക് ഒരു തരത്തിലും UDFനെ ഇപ്പോൾ പിന്തുണയ്ക്കാവുന്ന നിലയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ നേരിട്ടുള്ള മത്സരം, ബഹുകോണമോ സൗഹൃദ മത്സരമോ ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു നേരിട്ട മത്സരം നടന്നാലും LDFനെ സംബന്ധിച്ച് പ്രതീക്ഷയ്ക്ക് കൃഷിക്കാർ പൊതുവിൽ ഈ ഗവൺമെൻറ് മാറണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞത് കാര്യമായി എടുക്കുന്നില്ല.
പക്ഷേ പാളയത്തിലെ പട തന്നെയാണ് സിറ്റിംഗ് MLA മോൻസ് ജോസഫിനെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നത്. ബാർക്കോഴ കേസിൽ KM മാണി മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോൾ പാർട്ടി MLA ആയ മോൻസ് ജോസഫ് PJ ജോസഫിനൊപ്പം നിലയുറപ്പിച്ചതിനാൽ പരമ്പരാഗത മാണി ഗ്രൂപ്പുകാർക്കിടയിൽ മോൻസ് ജോസഫ് ഇപ്പോഴും അനഭിമതൻ തന്നെയാണ്. മുൻ MLA സ്റ്റീഫൻ ജോർജും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം സഖറിയാസ് കുതിരവേലിയും ചേർന്നാണ് മോൻസിനെതിരെയുള്ള സമാന്തര പ്രവർത്തനങ്ങൾക്ക് മണ്ഡലത്തിൽ ചുക്കാൻ പിടിക്കുന്നത്. ഈ ഇഷ്ടക്കേടിന്റെ തുടർച്ചയായിട്ടാണ് കടുത്തുരുത്തിക്ക് പകരം മോൻസ് ജോസഫിന് ഏറ്റുമാനൂർ മണ്ഡലം നൽകാമെന്ന വാർത്തകൾ പുറത്തുവന്നതെന്നും PJ ജോസഫ് വിഭാഗം സംശയിക്കുന്നു. മാണി ജോസഫ് ലയനം കടുത്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം പ്രാവർത്തികമായിട്ടില്ല എന്നതിന്റെ സൂചന മാണി വിഭാഗത്തിന്റെ പരസ്യപ്പോരിലൂടെ പുറത്തുവരുമ്പോൾ കേരള കോൺഗ്രസുകാരുടെ അപ്രമാദിത്യം അംഗീകരിക്കാൻ കോൺഗ്രസുകാരും തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ കടുത്തുരുത്തിയിൽ സൗഹൃദ മത്സരത്തിന് സാധ്യതകളുണ്ടെന്ന സൂചനകൾ ബലപ്പെടുകയാണ്. എന്ത് കാര്യത്തിന് സൗഹൃദ മത്സരം? സൗഹൃദ മത്സരമൊക്കെ കടുത്തുരുത്തിൽ അവസാനിച്ചു. അത് 96 മത്സരിച്ച് ഞാൻ ജീവിച്ചു വന്നു. തൊട്ട് രണ്ടാമത്തെ അതിനുശേഷമുള്ള മത്സരത്തിൽ സൗഹൃദം ഉണ്ടായില്ല. മൂന്നാമത് അതിനുശേഷം അടുത്ത മത്സരം നേരിട്ടുള്ള മത്സരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേരിട്ടുള്ള മത്സരം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും നേരിട്ടുള്ള മത്സരം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു സ്കോപ്പുമില്ല. 1982-ലും 87-ലും ഇടത് സ്വതന്ത്രനായി മത്സരിച്ച PC തോമസിനും LDF സ്ഥാനാർത്ഥിയായി മോൻസ് ജോസഫിനും കടുത്തുരുത്തിയിൽ നിന്ന് ജയിക്കാൻ കഴിഞ്ഞത് കടുത്തുരുത്തിയുടെ ഇടതുപക്ഷ ചായ്വിനെ ചൂണ്ടിക്കാട്ടുന്നതാണ്. പിന്നീട് മാണി ജോസഫ് ലയനത്തിന്റെ മറവിൽ MLA മോൻസ് ജോസഫ് UDF പാളയത്തിൽ ചേക്കേറിയതുമൊക്കെ ഇക്കുറിയും തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകും. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഭൂരിപക്ഷമുള്ള കടുത്തുരുത്തി മണ്ഡലത്തിൽ മതന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കമുണ്ടെന്നുള്ള പ്രചാരണം വസ്തുതാപരമല്ല. ഇതര വിഭാഗങ്ങൾക്കു കൂടി സാധ്യതയുണ്ട് എന്ന തലത്തിലേക്ക് കടുത്തുരുത്തിയുടെ മനസ്സ് വികസിച്ചു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കടുത്തുരുത്തിയിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ ഇത്തരത്തിൽ നിൽക്കുമ്പോൾ കടുത്തുരുത്തിക്ക് ഒരു വികസന രാഷ്ട്രീയമുണ്ടോ? ആ വികസന രാഷ്ട്രീയത്തിലേക്ക് എത്താം. കടുത്തുരുത്തി നിയമസഭാ മണ്ഡലത്തിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ അത് മുന്നണി രാഷ്ട്രീയമാകുമ്പോൾ ആ അടിയൊഴുക്കുകൾ ഏറ്റവും പ്രാധാന്യത്തോടെ നിലനിൽക്കുന്നുവെങ്കിൽ അവിടുത്തെ വികസന രാഷ്ട്രീയം എന്ത്? TP പ്രശാന്തിലേക്ക്. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഏറെ സ്വാധീനമുള്ള കടുത്തുരുത്തി മണ്ഡലത്തിൽ കാർഷിക മേഖലയിലെ തകർച്ച തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. പ്രതിസന്ധികൾക്കിടയിൽ പോലും മണ്ഡലത്തിൽ നിരവധി വികസന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതിൻ്റെ സംതൃപ്തിയിലാണ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA. അതേസമയം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന വികസന പദ്ധതികളല്ലാതെ പുതിയ ഒരു പദ്ധതിയും മണ്ഡലത്തിൽ കൊണ്ടുവരാനായില്ല എന്നും LDF ആരോപിക്കുന്നു. ഈ വികസന രാഷ്ട്രീയവും മുന്നണി രാഷ്ട്രീയത്തിലെ അടിയൊഴുക്കുകളും കൂടിച്ചേരുമ്പോൾ 2016 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കടുത്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാവുകയും ചെയ്യും. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഭൂരിപക്ഷമുള്ള കടുത്തുരുത്തി മണ്ഡലത്തിൽ ഇന്ന് ഇടത്തരക്കാരന്റെ അടിത്തറ ഒട്ടും ഭദ്രമല്ല. കാർഷിക മേഖലയുടെ തകർച്ച കടുത്തുരുത്തിയുടെ സാമ്പത്തിക അടിത്തറയ്ക്ക് കനത്ത ആഘാതമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ചെറുകിടക്കാരായ റബ്ബർ കർഷകരാണ് മണ്ഡലത്തിൽ അധികവും. റബ്ബർ മേഖലയിലുണ്ടായ വിലയിടിവിനെ തുടർന്ന് മണ്ഡലത്തിലെ വ്യാപാര കേന്ദ്രങ്ങളും അനുബന്ധ സ്ഥാപനങ്ങളുമൊക്കെ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത്. ഈ സ്ഥിതിവിശേഷം നിലനിൽക്കുമ്പോൾ മറുഭാഗത്ത് ജനോപകാരപ്രദമായ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളുമൊക്കെ നടത്താനായതിന്റെ സംതൃപ്തിയിലാണ് അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA. കുടിവെള്ള പദ്ധതിയുടെ ഒരു മുൻഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഏതാണ്ട് 100 കോടിയോളം രൂപയുടെ പദ്ധതി വിവിധ പഞ്ചായത്തുകളിലായി ഇപ്പോൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തൊട്ടു മുൻപുള്ള 5 വർഷം റോഡ് വികസന രംഗത്ത് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ പരമാവധി കാര്യങ്ങൾ നടപ്പാക്കുന്നതിനാണ് മുൻഗണന കൊടുത്തത്. ആ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട റോഡുകൾ മുഴുവൻ നല്ല നിലവാരത്തിലേക്ക് മാറുന്നു എന്നുള്ള ഒരു സാഹചര്യം വരിക. വിദ്യാഭ്യാസ മേഖലയിൽ തുടക്കം മുതൽ തന്നെ ഞാൻ ആദ്യം 96-ലാണ് MLA ആയി വരുന്നത്. ആ കാലഘട്ടം മുതൽ ഈ നിയോജക മണ്ഡലത്തിന് ഏറ്റവും നല്ല ഒരു പുരോഗതി വിദ്യാഭ്യാസ രംഗത്തുണ്ടാകണമെന്ന കാഴ്ചപ്പാടിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കേരളത്തിലെ ഏറ്റവും നല്ല പോളിടെക്നിക് ക്യാമ്പസ് കടുത്തുരുത്തിയിൽ യാഥാർത്ഥ്യമാവുകയാണ്. കിടങ്ങൂരിൽ സഹകരണ അക്കാദമിയുടെ കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് കടുത്തുരുത്തി മണ്ഡലത്തിൽ വന്നു. അപ്ലൈഡ് സയൻസ് കോളേജ് നീടൂരിൽ വന്നു. കടുത്തുരുത്തി കേന്ദ്രമായി വിദ്യാഭ്യാസ ജില്ല അതൊരു വലിയ സ്വപ്നമായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. കടുത്തുരുത്തിയിൽ സ്ഥാപിച്ച പോളിടെക്നിക്കിന് സ്ഥലമെടുത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാനുള്ള പദ്ധതി, ഞീഴൂർ IHRD കോളേജിന് സ്വന്തമായി സ്ഥലമെടുത്ത് കോളേജ് പണി ആരംഭിച്ചത്, മുളക്കുളത്തെ പുതിയ ITI, കുറുവിലങ്ങാട് കടുത്തുരുത്തി സിവിൽ സ്റ്റേഷനുകൾ എന്നിവ കൂടാതെ മികച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവ കടുത്തുരുത്തിയുടെ ചരിത്രത്തിലെ മികച്ച നേട്ടങ്ങളായി MLA ഉയർത്തിക്കാട്ടുമ്പോൾ VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സൃഷ്ടിച്ച വികസന വിസ്മയങ്ങളാണ് ഇതെന്ന യാഥാർത്ഥ്യമാണ് ഇടതുമുന്നണി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത്. സയൻസ് സിറ്റി, കിടങ്ങൂർ വ്യവസായ പാർക്ക് എന്നിവ യാഥാർത്ഥ്യത്തിലെത്തിക്കാൻ MLAക്ക് കഴിഞ്ഞിട്ടില്ല. ഐക്യജനാധിപത്യ മുന്നണിയുടെ 5 വർഷക്കാലം എന്ന് പറയുന്നത് വികസന സ്തംഭനത്തിൻ്റെയും മുരടിപ്പിൻ്റെയും കാലം, അവഗണനയുടെ കാലമാണ്. KM മാണി ധനകാര്യ വകുപ്പ് മന്ത്രിയായി അവതരിപ്പിച്ച ഒരു ബഡ്ജറ്റിൽ 1 രൂപ പോലും ഈ മണ്ഡലത്തിന് അനുവദിച്ചിട്ടില്ല.
അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അനുവദിച്ച പദ്ധതികളെ സംബന്ധിച്ചാണ് ഇപ്പോഴും കടുത്തുരുത്തിയുടെ MLA മേനി പറഞ്ഞത്. കടുത്തുരുത്തി പോളിടെക്നിക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് അനുവദിച്ചതാണ്. അതിൻ്റെ ഫണ്ട്, കെട്ടിടം പണിയുന്നതിനുള്ള ഫണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് അനുവദിച്ചതാണ്. കടുത്തുരുത്തിയിലെ മിനി സിവിൽ സ്റ്റേഷൻ, അതിൻ്റെ സിവിൽ സ്റ്റേഷൻ അനുവദിച്ചതും ഫണ്ട് അനുവദിച്ചതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത്. 2 ബൈപ്പാസുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് കടുത്തുരുത്തിക്ക് അനുവദിച്ച് ഫണ്ടും തന്നു. ഒരെണ്ണം പോലും പൂർത്തീകരിച്ചില്ല. മിനി സിവിൽ സ്റ്റേഷൻ ഇതുവരെ പൂർത്തീകരിച്ചില്ല. കിടങ്ങൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് വന്നു. ആ ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് അനുവദിച്ചതാണ് വ്യവസായ പാർക്ക്, കിടങ്ങൂർ വ്യവസായ പാർക്ക്. ഇതുവരെ 1 ഇഞ്ച് മുന്നോട്ട് പോയി. നീടൂർ IHRD കോളേജ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് അനുവദിച്ചതാണ്. കെട്ടിടം ഇപ്പോഴും വാടക കെട്ടിടത്തിലാണ്. പെരുവയിൽ ITI ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് അനുവദിച്ചതാണ്. പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ ഇതുവരെ കഴിഞ്ഞു. ഈ സമാനമായ ഒരു പദ്ധതി പോലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് അനുവദിച്ചിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് MLAക്ക് പറയാനും സാധിക്കില്ല. എന്ന് മാത്രമല്ല, ആ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് അനുവദിച്ച പദ്ധതികൾ പലതും പൂർത്തിയാകാതെ സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും ഭൂരിപക്ഷമുള്ള കടുത്തുരുത്തി മണ്ഡലത്തിൽ കാർഷിക മേഖലയിലെ തകർച്ചയാണ് പ്രധാന ചർച്ച. അതിനിടെ കടുത്തുരുത്തിയിലെ റബ്ബർ മാർക്കറ്റിംഗ് സഹകരണ സംഘത്തിലെ കോടികളുടെ അഴിമതി പുറത്തുവന്നതോടെ കേരള കോൺഗ്രസ് പോര് മണ്ഡലത്തിൽ രൂക്ഷമായിട്ടുണ്ട്. കോൺഗ്രസ് നേതാവ് PM മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് അഴിമതി നടത്തിയതെന്ന് കർഷകർ ആരോപിക്കുന്നു. കർഷകർ ഉന്നയിച്ച ഇതേ അഭിപ്രായം തന്നെയാണ് സിറ്റിംഗ് MLAക്കുമുള്ളത്. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി കടുത്തുരുത്തിയിൽ പാവപ്പെട്ട ഇവിടുത്തെ കർഷകർ ഒരുപാട് പേര് ആ സൊസൈറ്റിയെ ആശ്രയിച്ച് അവിടെ പണം നിക്ഷേപിച്ചവരുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. അപ്പോൾ ആ സ്ഥാപനം ഒരു തകർച്ചയിലേക്ക് പോയി. അത് ആ മാനേജ്മെൻറ്റിൻ്റെ, ആ ഡയറക്ടർ ബോർഡിൻ്റെയും മാത്രം ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഏത് മേഖല, അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ തലത്തിൽ അത് പരിഹരിക്കുക എന്നുള്ളത് മാത്രമേ സഹകരണ മേഖലയിൽ നമുക്ക് പ്രായോഗികമായിട്ട് പറ്റിക്കൂ. റബ്ബർ സഹകരണ സംഘത്തിലെ അഴിമതിയെക്കുറിച്ച് പരസ്യമായി പറയുന്ന MLA രഹസ്യമായി അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കൈക്കൊള്ളുന്നതെന്ന കടുത്ത ആരോപണവും LDF മുന്നോട്ട് വെക്കുന്നു. കടുത്തുരുത്തി റബ്ബർ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് സൊസൈറ്റി 28 കോടി രൂപയാണ് തട്ടിപ്പ് നടത്തി. അത് അടച്ചുപൂട്ടി. അത് അടച്ചുപൂട്ടിയ ഘട്ടത്തിൽ MLAയോട് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള CPIM പറഞ്ഞു, അടിയന്തരമായ കാര്യത്തിൽ ഇടപെടണം. സംസ്ഥാന സഹകരണ ബാങ്ക്, ജില്ലാ സഹകരണ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളെ ഉപയോഗിച്ച് അത് പ്രവർത്തിപ്പിക്കണം. വിരലനക്കിയില്ലെന്ന് മാത്രമല്ല, അതിപ്പോഴും അടഞ്ഞു കിടക്കാണ്. കുഴപ്പക്കാരെ, അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലയാണ് MLA സ്വീകരിച്ചത്. ഇടതു സർക്കാരിന്റെ കാലത്ത് കടുത്തുരുത്തിയിൽ കൊണ്ടുവന്ന വികസന പദ്ധതികളാണ് ഇന്ന് മണ്ഡലത്തിന്റെ ശ്രദ്ധാകേന്ദ്രങ്ങൾ. ഇടതിനൊപ്പം നിന്ന് MLAയും മന്ത്രിയുമൊക്കെ ആയ ശേഷം വലതുപക്ഷത്തേക്ക് കളം മാറ്റി ചവിട്ടിയ മോൻസ് ജോസഫിന് പുതുതായി ഒരു പദ്ധതിയും കൊണ്ടുവരാനായില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് മറുപടി പറയാൻ UDF ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ജീർണതകൾ പൂർണ്ണമായ അർത്ഥത്തിൽ നോക്കിക്കണ്ട കടുത്തുരുത്തിയിലെ ജനങ്ങൾ എങ്ങനെ വിധിയെഴുതും എന്നതാണ് കേരളം ശ്രദ്ധ. സ്ഥാനാർത്ഥി നിർണയവുമായി പാർട്ടികൾ, സീറ്റ് നീക്കുപോക്കുമായി മുന്നണികൾ, കേരള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് ചിത്രം വരയ്ക്കുമ്പോൾ നാളത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും ഇതേ സമയം.